ഹായ് നമസ്കാരം. ആൻഡ്രോയിഡ് പാനിക്കിന്റെ സംവിധാനത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കളർ ഓഫ് ഇവിൾ റെഡ് എന്നുള്ളത്. ഇതൊരു ഗംഭീരമായ സൈക്കോ ത്രില്ലർ മൂവിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കളർ ഓഫ് ഈവിൾ റെഡ് എന്നുള്ള ഈ ഒരു ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിലൊരു ഗംഭീരമായ ഇൻവെസ്റ്റിഗേഷനാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. തുടക്കത്തിൽ തന്നെ ബീച്ചിൽ നിന്നും ഒരു പൂർണ്ണ നഗ്നമായ ഒരു ബോഡി കിട്ടുന്നു. അതിനെ ബേസ് ചെയ്ത് ഒരു അന്വേഷണമാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ബേസിക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. കാരണം ഗംഭീരമായുള്ള ഒരു കഥാപശ്ചാത്തലം ചിത്രത്തിന് എടുത്തു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ മടുപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും കൊണ്ടുപോകാൻ എൻ്റെ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയാണ്. നമുക്കറിയാം ഗംഭീരമായ രീതിയിൽ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ സീരീസ് ആയാലും സിനിമകൾ വന്നാലും ഒക്കെ സൂപ്പർ രീതിയിലാണ് അവരതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയിൽ ഒരു മുന്നോട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു മേക്കിംഗ് ക്വാളിറ്റി ഗംഭീരമായി തന്നെ നമുക്ക് അനുഭവിക്കാനായി സാധിക്കുന്നുണ്ട്. പിന്നെ ചിത്രത്തിൻ്റെ അതായത് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളൊരു സ്റ്റോറി ബിൽഡപ്പാണ്. കാരണം നമ്മൾ ഇതിങ്ങനെ ലാസ്റ്റ് വരെ പിടിച്ചെടുത്തുന്ന ഇതിൻ്റെ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. കുറച്ച് സംഭവങ്ങൾ അതായത് ലാസ്റ്റ് വരെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു രീതിയിലൂടെ, അതായത് ആ ബോഡി എങ്ങനെ ഇവിടെ എത്തി, ആരാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ തന്നെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയും കൂടിയാണ്. നിങ്ങൾക്ക് ഈ സൈക്കോളജിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമയും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സിനിമയും കൂടിയാണ് കളർ ഓഫ് ഇവിൾ റെഡ് എന്നുള്ളത്. കാരണം അത്തരത്തിലുള്ള കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ട്വിസ്റ്റൊന്നുമല്ല. ചെറിയ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ വലിയ രീതിയിൽ, അതായത് നിങ്ങൾ ഈ അഞ്ചാം പാതിരയൊക്കെ പോയില്ലേ, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നിങ്ങളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ട്വിസ്റ്റൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്ക് അതിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ പോകാൻ പറ്റുന്ന ഗംഭീരമായ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും കൊണ്ടുവരാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ കാണുന്ന ആളെ രസകരമായി പിടിച്ചെടുത്താൻ പറ്റിയ ഒരു ഗംഭീരമായ ത്രില്ലർ അനുഭവം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താരം ജസ്റ്റ് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.